വലിയൊരു മാറ്റം തന്നെയാണ് ജിയോ കേരളത്തിൽ ഒരാഴ്ചക്കകത്ത് കൊണ്ടുവന്നത്. നമ്മൾ ജിയോ എല്ലായിടത്തും ഇല്ല, പക്ഷെ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ അല്ല. ഇപ്പോൾ കറൻ്റ്ലി അത് നമ്മുടെ സിറ്റികളിലും അങ്ങനെ വലിയ വലിയ ടൗണുകളിലൊക്കെയാണ് ഇപ്പം ജിയോ ഉള്ളത്. പക്ഷേ ഈ ജനുവരിയോടെ നമ്മുടെ ഈ ഒരു ഡിസംബർ ജനുവരി സമയത്തോടെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ KFON എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് അവർ ലോഞ്ച് ചെയ്യുമെന്നാണ് കേട്ടത്. KFON ഇനിഷ്യേറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു ബ്രോഡ്ബാൻഡ് സർവീസ് അല്ല, അതൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്, ഒരു എന്താ പറയുക, ഒരു ഹബ്ബാണ് KFON എന്ന് പറയുന്നത്. ആ ഹബ്ബിൽ ഏതൊരു സർവീസ് പ്രൊവൈഡറും, ഇപ്പോൾ കേരള വിഷൻ ആകാം, എയർടെൽ ആകാം, ജിയോ ആവാം, അതുവഴി അവർക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അവരുടെ KCB വഴി നമുക്ക് ഇൻ്റർനെറ്റ് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു KFON വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, KFON എന്ന് പറയുന്ന ഒരു പുതിയ ബ്രോഡ്ബാൻഡ് സർവീസ് ആണെന്നാണ് പലരുടെയും വിചാരം. പക്ഷേ അല്ല, KFON ഒരു ഹബ്ബാണ്. ആർക്കും വന്ന് ജോയിൻ ചെയ്യാം, ഏതൊരു ISPക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ അവർക്ക് അവിടുന്ന് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് KCB നല്ലൊരു റേറ്റിൽ നമുക്ക് ഒരു സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിലൊരു പ്ലാനിൽ നമുക്ക് ഈ ഒരു ഇൻ്റർനെറ്റ് കിട്ടും. അതൊന്നുമല്ല നമ്മുടെ അടുത്ത വിഷയം. അപ്പോൾ എന്താണ് ജിയോ കൊണ്ടുവന്ന് ചേഞ്ച് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ജിയോ ജസ്റ്റ് ഒരു പ്ലാൻ അനൗൺസ് ചെയ്തു. അതിൻ്റെ പുറകെ എയർടെൽ, ഏഷ്യാനെറ്റ് ഈ രണ്ട് ISPസും അവരുടെ പുതിയ പ്ലാൻസ് കൊണ്ടുവന്നു. എക്സാക്ട്ലി ഡിറ്റോ പ്ലാൻസ് ആണ്. എങ്ങനെയാണോ ജിയോ പ്ലാൻസ് കൊണ്ടുവന്നത് അതുപോലെ തന്നെയാണ് ഇവർ രണ്ടും പ്ലാൻസ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാൻസ് ഒക്കെ നോക്കാം, ഇൻസ്റ്റലേഷൻ ചാർജൊക്കെ നോക്കാം. അപ്പം ഏഷ്യാനെറ്റ് ലോഞ്ച് ചെയ്തേക്കുന്ന 3 പ്ലാൻസ് ആണ്, 3 അട്രാക്റ്റീവ് പ്ലാൻസ് ആണ് ഏഷ്യാനെറ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഒന്ന് 399, ഒന്ന് 699, ഒന്ന് 999. അപ്പോൾ ഈ 399 രൂപയുടെ FUP ആണ്, 30 Mbps പ്ലാനാണ് 399 രൂപയുടെ. അതിൻ്റെ FUP എന്ന് പറയുന്നത് 3000 GB ആണ്. അതുപോലെ തന്നെ 699 രൂപയുടെ 100 Mbps പ്ലാനാണ്. അതിൻ്റെ FUP 4000 GB ആണ്. ഒരു മാസം നമുക്ക് 4000 GB വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം 999 രൂപ പാക്കിന് നമുക്ക് കിട്ടുന്നത് 4500 GB ആണ് ഒരു മാസം നമുക്ക് കിട്ടുന്നത്. അപ്പം അതിൻ്റെ 150 Mbps ആണ് അതിൻ്റെ സ്പീഡ് നമുക്ക് ഡൗൺലോഡ് അപ്ലോഡും കിട്ടുന്നത്. അപ്പം ഇവർ ഈ ഒരു പ്ലാനിൻ്റെ 399 പ്ലാനിന് ഇൻസ്റ്റലേഷൻ ചാർജോടെ കൂട്ടി 2855 പ്ലസ് GST വരും. 2855 പ്ലസ് 18% GST പ്ലസ് 1% സെസ് വരുന്നുണ്ട്. ഫ്ലഡ് സെസ്സിൻ്റെ കൂടെ കൂട്ടി 19% ആയിരിക്കും അതിൻ്റെ GST നിങ്ങൾ കൂട്ടേണ്ടത്. അപ്പോൾ അതിന് 6 മാസത്തെ ഒരു ഓഫറുണ്ട്. അതെല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അത് ഡീറ്റെയിൽഡ് പറയുന്നില്ല. അപ്പോൾ ഈ 3 പ്ലാൻസ് ആണ് ഇവർ ലോഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ 699 പ്ലാൻ എടുക്കുകയാണെങ്കിൽ 2615 ആയിരിക്കും നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ ചാർജ്, ഇൻക്ലൂഡിങ് GST അഡീഷണൽ ആണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 699 പാക്ക് എടുക്കുകയാണെങ്കിൽ 2379 പ്ലസ് നിങ്ങളുടെ GST വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇൻസ്റ്റലേഷൻ ചാർജും ഈ ഒരു 1 മന്ത് അഡ്വാൻസ് പ്ലാൻ ചാർജോട് കൂട്ടി. എല്ലാം സ്ക്രീനിലുണ്ട്, നോക്കി മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇപ്പോൾ പ്ലാൻ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിൻ്റെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതായിരിക്കും. ഇനി നമുക്ക് എയർടെൽ ബ്രോഡ്ബാൻഡ് കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങൾ, പുതിയ പ്ലാനുകൾ ഏതാണ്, അവരുടെ ഫ്രീ OTT സബ്സ്ക്രിപ്ഷൻ ഏതാണ്, അതുപോലുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ ഞാൻ പറയാം, എയർടെൽ ബ്രോഡ്ബാൻഡിൻ്റെ FUP എല്ലാ പ്ലാനിനും 3333 GB ആണ്. 3.3 TB ആണ് അവർ ഈ ഒരു FUP എല്ലാ പ്ലാനിനും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് 499 രൂപയുടെ പ്ലാനാണ്, 499. അതിൻ്റെ പ്ലാൻ സ്പീഡ് എന്ന് പറയുന്നത് 40 Mbps അപ്ലോഡ് ഡൗൺലോഡാണ്. അപ്പം ഡേറ്റ അൺലിമിറ്റഡ് എന്നാണ് പറയുന്നത്, പക്ഷേ FUP അപ്ലൈഡ് ആണ്. അതുപോലെ തന്നെ കോൾസ് അൺലിമിറ്റഡ് ആണ്, VoIP ഉണ്ടവർക്ക്. അതുപോലെ തന്നെ എയർടെൽ എക്സ്ട്രീം 4K TV ബോക്സ്, ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ TV ബോക്സും അവരുടെ ആ ഒരു ഇൻസ്റ്റലേഷൻ്റെ ആ ഒരു പാക്കിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അവരുടെ ഈ ഒരു 499 എന്ന ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ OTT സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ OTT കണ്ടൻറ്റ് ഓൺ എയർടെൽ എക്സ്ട്രീം 4K TV ബോക്സ്. ഇപ്പോൾ എയർടെൽ എക്സ്ട്രീം 10,000 പ്ലസ് മൂവീസ് ആൻഡ് ഷോസ് ആൻഡ് ഒറിജിനൽ സീരീസ് ഫ്രം 7 OTT ആപ്സ് ആൻഡ് 5 സ്റ്റുഡിയോസാണ് കൊടുത്തേക്കുന്നത്. ഡീറ്റെയിൽസൊന്നും കൊടുത്തിട്ടില്ല നമുക്കത്. അപ്പോൾ അടുത്തത് 799, 100 Mbps ആണ് ഈ 799 നമുക്ക് കിട്ടുന്നത്. GST അഡീഷണൽ ആണ്, അത് ഓർക്കണം. അപ്പോൾ 100 Mbps കൂടെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FUP അപ്ലൈഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എയർടെൽ എക്സ്ട്രീമിൻ്റെ OTTയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം ഫ്രീ OTT സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അടുത്തെന്ന് പറയുന്നത് ₹999 ആണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എയർടെൽ എക്സ്ട്രീമിൻ്റെ ആപ്പും അത് പ്ലസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം വീഡിയോ, അതുപോലെ C5 ഈ 3 സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്.
അപ്പോൾ അടുത്തത് ഈ ഒരു പ്ലാൻ സ്പീഡ് എന്ന് പറയുന്നത് 200 Mbps ആണ് ഈ ഒരു പ്ലാൻ സ്പീഡ്. അപ്പോൾ അടുത്തത് ₹1499 ഒരു പ്ലാനാണ്. അപ്പോൾ അത് 300 Mbps ആണ് ഇതിൻ്റെ പ്ലാൻ സ്പീഡ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ കോള്, ഫ്രീ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ്, അതുപോലെ എയർടെലിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ എയർടെൽ എക്സ്ട്രീം പ്ലസ്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, അതുപോലെ C5 എന്നോട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അടുത്തത് 3999 ഒരു പ്ലാനാണ്. 1 Gbps ആണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ്, അതുപോലെ അൺലിമിറ്റഡ് കോൾസ്, പിന്നെ സെറ്റ് ടോപ്പ് ബോക്സ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാറും, അതുപോലെ തന്നെ പ്രൈമും, അതുപോലെ നിങ്ങൾക്ക് C5 ഇതിനോട് ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് നമ്മുടെ ഈ ഒരു എയർടെലിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജിയോയുടെ പ്ലാൻസ് അറിയണമെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 2 ISPs ആണ് മേജറായിട്ട് കേരളത്തിൽ ജിയോയ്ക്ക് ശേഷം കുറേ പ്ലാൻ ചേസസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് കേരള വിഷൻ കൊണ്ടുവരുന്നില്ല? അപ്പം അതൊരു ചോദ്യചിഹ്നമാണ്. ഇതുവരെ കേരള വിഷൻ ഈ ഒരു കാര്യത്തിൽ വാ തുറന്നിട്ടില്ല. അപ്പം നമുക്ക് ഉടനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ കേരള വിഷൻ ഒരു അപ്ഡേറ്റ്സും ഈ ഒരു കാര്യത്തിൽ തന്നിട്ടില്ല. അപ്പോൾ BSNL എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊരു പ്ലാൻസ് കൊണ്ടുവരുമെന്ന്. അവർ പണ്ടേ കൊണ്ടുവരാറില്ല. അവരുടെ പ്ലാൻ തന്നെ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ബ്രോഡ്ബാൻഡാണ് ഇപ്പോൾ ഒരു നല്ല ചേഞ്ച് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് കേരള വിഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം, പക്ഷേ എന്നാണെന്നുള്ള കാര്യത്തിലൊരു അപ്ഡേറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ ഗ്രേറ്റ് ഡേ.